ഹായ് മക്കളെ. അപ്പൊ നമ്മുടെ +2 മാത്സ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെവൽ ചോദ്യങ്ങളാണ്, ടഫാണ് മൊത്തത്തിൽ. ടഫാണ്, നമുക്ക് ഒറ്റയടിക്ക് ടഫാണ്, ഭയങ്കര ഹാർഡാണെന്ന് പറയാം. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. RBI റിലേഷൻ ഓൺ A1 2 3 6 റിലേഷൻ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആണ് കേട്ടോ. കാര്യം 1 3 ഉണ്ട്, 3 1 ഇല്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല. അപ്പൊ ഇത് ഇക്വാലൻസ് ആക്കണമെങ്കിൽ സിമെട്രിക് ആക്കണം. അപ്പൊ 1 3 ഉണ്ട്, 3 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പൊ 1 ഉം 3 ഉള്ള ഒരു സെറ്റ്. അപ്പൊ സെറ്റ് 1 3 ആണ് അതിന്റെ ആൻസർ വരിക. പിന്നെ സൈൻ ഇൻവേഴ്സ് ക്ലോസ്ഡ് -1 to 1 A എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളോട് ചോദ്യം നല്ലതുപോലെ വായിക്കണേ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് A അതർ ദാൻ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാന്ന് നോക്കാം. -π/2 to π/2. അപ്പൊ ഇതല്ലാത്തതാണ് വേണ്ടത്. അപ്പൊ അടുത്ത നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ അടുത്ത് വരുമ്പോൾ π/2 to 3π/2 എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ മുമ്പുള്ള എഴുതിയാൽ മതി കേട്ടോ. ഏത് എഴുതിയാലും ആൻസർ കറക്റ്റ് കിട്ടും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ആൻഡ് ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടതാണ്. എനിക്ക് ആൻസർ π/4 - x/2 ആയിരിക്കും ഇതിന്റെ ആൻസർ സിംപ്ലിഫൈ ചെയ്താൽ വരിക എന്നുള്ളതാണ് തോന്നുന്നത്. അത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതുവരെ ചോദിക്കാത്ത മോഡലിലുള്ള സ്കേലാർ മെട്രിക്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം. കാര്യം നമ്മളെ തലേ ദിവസത്തെ ലൈവിലൊക്കെ സ്കേലാർ മെട്രിക്സിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണെന്നൊന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സ്കേലാർ മെട്രിക്സ് ആകുമ്പോൾ ഈ 3 എലമെന്റ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ എയും ബിയും ഈക്വൽ ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ സീറോ. അപ്പൊ സിയും ബിയും 0 ആണ്. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് അപ്പൊ എയും ബിയും ഡിയും ഒക്കെ എന്തായാലും 0 ആയിരിക്കും. ബിക്കും സിക്കും 0 എന്ന് വാല്യൂ കൊടുക്കുക. ഇതെല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് ആൻസർ നിങ്ങൾക്ക് 0 തന്നെ കിട്ടും കേട്ടോ. പിന്നെ അത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് തിരിച്ചെഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക, സിമ്പിൾ. അത് പിന്നെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ആയിരിക്കും പിന്നെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം ഉള്ളതല്ലേ. പിന്നെ ഇത് നമ്മൾ 6 മാർക്കിന് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. പക്ഷെ അത് അവര് 2/2 ആക്കി 2 മാർക്കിന് 3 മാർക്കിന് അയക്കണം. എന്നാലും പഴയ രീതി പഴയതൊക്കെ തന്നെ. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, അല്ല ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ ആവും. എനിക്ക് തോന്നുന്നു ആൻസർ എക്സിന്റെ -1 y 2 ആണ് വരുന്നത് തോന്നുന്നു. -2 + 6 4 കറക്റ്റ് അല്ലേ? ഇവിടെ -4 + 10 6 കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ -1 2 ആണ് ആൻസർ വരുന്നത് കേട്ടോ. പിന്നെ ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ആയതുകൊണ്ട് ഇന്റിജറിലാണ് ഡിസ്കണ്ടിന്യൂറ്റി വരിക. സ്റ്റെപ്പ് ഫംഗ്ഷൻ ഗ്രാഫ്. പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ 0 അല്ല ചോദിച്ചത്. ഇതൊന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ അകത്ത് മറ്റേ പ്രോപ്പർട്ടി കൊടുത്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ട്രിഗണോമെട്രിക് ലിമിറ്റ് കൊടുക്കണം. അപ്പൊ x = 0 2 ആണ്. പിന്നെ അതേപോലെ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതിന്റെ ലിമിറ്റ് കണ്ടെത്തിയാൽ മതി. അപ്പൊ ഇതിന്റെ 2/3 അല്ലേ ആൻസർ വരിക. അപ്പൊ 2/3 ആണ് നിങ്ങളുടെ 0 അല്ലാത്ത സമയത്തുള്ള ലിമിറ്റ്. 0 ആകുമ്പോൾ 2. അപ്പൊ 2 ഈക്വൽ അല്ല, കണ്ടിന്യൂസ് അല്ല. 0 കണ്ടിന്യൂസ് അല്ല കേട്ടോ. പിന്നെ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്. സർഫസ് ഏരിയ ഓഫ് ക്യൂബിന്റെ സർഫസ് ഏരിയ പറയുന്ന സമയത്ത് 6a² ആണ്. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. എത്ര t വെച്ചല്ലേ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾക്ക് 72 ആണ് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടുന്ന് dA/dt യുടെ ഒരു വാല്യൂ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് A3 ആകുമ്പോഴാണ് ചോദിച്ചത്. റേറ്റ് ഓഫ് ചേഞ്ച് വോളിയം അല്ലെ. അപ്പൊ d/dt ഓഫ് a³ കാണേണ്ടി വരും. അതായത് 3a² dA/dt അല്ലെ. അപ്പൊ dA/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ വാല്യൂ 3 കൊടുത്തിട്ട് ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. ആൻഡ് ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആയി തോന്നി ഇന്റഗ്രൽസ് നിന്ന്. tan ഇൻവേഴ്സ് x³ 1 + x². അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ ഇവിടെ 1 + x³ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കേട്ടോ. താഴെ ഡിനോമിനേറ്ററിൽ ഇത് x² tan ഇൻവേഴ്സ് x³ എന്ന് വരും. എന്നിട്ട് x³ പകരം t കൊടുക്കുക. അപ്പൊ താഴെ ഒരു tan ഇൻവേഴ്സ് t/1 + t² വരും. ഈ ഒരു ഫോമിലായിരിക്കും. ബാക്കി മേളത്തെ ഒരു x² ക്യാൻസൽ ആയി പോകും. ആൻസർ ആവും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ if 0 to a 1/4 + x² dx = π/6 ആണ്. അപ്പൊ വാല്യൂ ഓഫ് a ആണ് ക്വസ്റ്റ്യൻ. അതെ. അപ്പൊ നിങ്ങളുടെ ആൻസർ ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1/2 tan ഇൻവേഴ്സ് x/2 എന്നാണ് കിട്ടുക. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പൊ 0 to a കൊടുക്കുക. ആൻസർ π/6 ആണ്. നിങ്ങൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2√3 എങ്ങനെ ആയിരിക്കും കിട്ടുക കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ. അതിനാണ് ആദ്യം തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്തത് if the vector 8i plus aj is of magnitude 10 in the direction of the vector 4i - 3j, find the value of a. അപ്പൊ നിങ്ങൾ വെറുതെ ഇതിനെ a എന്ന് പറഞ്ഞു ഇതിനെ b എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്ഷൻ സെയിം ആകുമ്പോൾ a = λb എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. ആ കണക്ഷൻ വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഡയറക്ഷൻ കറക്റ്റ് ആവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ 10 ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇത് എ വാല്യൂ 6 ആണ് തോന്നുന്നു. പക്ഷേ എയുടെ വാല്യൂ ഇവിടെ -6 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെയിം ആവും ഡയറക്ഷൻ. അതായത് 8/4 2 ആ. അപ്പൊ -6/-3 ചെയ്താലേ 2 കിട്ടും. ആ കോൺസ്റ്റന്റ് കേട്ടോ. a = λb. λ എന്ന് പറയുന്നത് 2 ആണ്.
ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ലാംഡ ആണ് 2 വരിക. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ അല്ലേ ചോദിച്ചത്. അപ്പൊ എ ഈക്വൽ ടു -6 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. കാര്യം എ സ്ക്വയർ 36 വന്നു. എ എന്ന് പറയുന്നത് +or-6 ആണ്. അതിന്റെ അകത്ത് നമുക്ക് വേണ്ടത് -6 ആണ് ഡയറക്ഷൻ. ഇനി അടുത്ത് നോക്കാം. ദ ഫംഗ്ഷൻ ഓഫ് f(x) mod x plus x plus 2 ആണ്. mod x ന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഡിഫറൻഷ്യബിൾ അല്ലാത്തത് മറ്റേ പോയിന്റഡ് എഡ്ജ് വരുന്നത് അല്ല, കുറുത്ത അഗ്രങ്ങൾ വരുന്നത് ഒന്ന് mod x ൽ 0 വരും. മറ്റേത് x plus 2 ആയതുകൊണ്ട് -2. അപ്പൊ 0 -2 ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ ഇതാണ് ആൻസർ. കണ്ടിന്യൂസ് ആണ്, നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് x = 0 and x = -2. ക്വസ്റ്റ്യൻ ഒന്നും കാണുന്നില്ലേ? ഇത് നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നലെ ചെയ്തത്. ലോഗ് ഡിഫറൻഷിയേഷൻ കേട്ടോ, ഇന്നലെ ഇത് തന്നെ ചെയ്തു. ഓക്കെ. പിന്നെ അതായത് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഉള്ളിലേക്ക് കൊടുത്താൽ മതി. f(x) എടുക്കുന്ന സമയത്ത് ഐ തിങ്ക് x ആണ് ആൻസർ കിട്ടാൻ തോന്നുന്നില്ലേ? കിട്ടും. ഇൻക്രീസിംഗ് ആയതുകൊണ്ട് > ഇത് ഓൾവേസ് പോസിറ്റീവ് ആട്ടോ. എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ആൻസർ പോസിറ്റീവ് ആകണമെങ്കിൽ x ഷുഡ് ബി > 0. അതായത് 0 അല്ലെ പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. നല്ല ചോദ്യം. പിന്നെ ഫൈൻഡ് ദ ഇന്റർവൽസ് ഇൻ വിച്ച് ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ, പക്ഷെ ഒരു വിഷയം ഉണ്ട് അവിടെ. ആ വിഷയം ഒന്ന് നോക്കിക്കോളാം. 0 to 2π ആണ് ലിമിറ്റ്. നമ്മൾ ഇന്നലെ ചെയ്തത് π ആയിരുന്നു. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, ആ എക്സിന്റെ വാല്യൂ π/4 അല്ല, π/4 വരും. പിന്നെ എത്രയാണ് 5π/4 വരും. എടുക്കുമ്പോഴേ π/4 ഉം 5π/4 വരും. അപ്പൊ നിങ്ങൾ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് 0 2π π/4 5π/4 വരും. ഇതിന്റെ ഇടയിൽ പോസിറ്റീവ് ആണ്. 3 റീജിയൻ വരും. ഇൻക്രീസും ഡിക്രീസിംഗും ഉള്ള കേട്ടോ. അതായത് 2 ഇൻക്രീസിംഗോ ഡിക്രീസിംഗോ ആയിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിന്റെ കറക്റ്റ് കിട്ടും. ഇത് ഇങ്ങനെ കേട്ടോ ചെയ്യാ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ മാരത്തോൺ ലൈവുകളിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടുന്ന് നിങ്ങൾ ഏരിയ മാക്സിമം ആയിട്ട് കാണിക്കേണ്ട ഫംഗ്ഷൻ എന്താ നോക്കുക. സ്ക്വയർ ആണ് മാക്സിമം ആവേണ്ടത്. അപ്പൊ ഏരിയ നിങ്ങൾ ഒരു റെക്ടാംഗിളുടെ XY എന്ന് പറഞ്ഞെടുക്കാം. ഈ വൈന് എക്സിന്റെ ടേമിലേക്ക് മാറ്റുക. അത് ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറി ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ y = 4r² - x². അതിന്റെ റൂട്ട്. അപ്പൊ ഇവിടെ x × √4r² - x². ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. ഓക്കെ. അത് വെച്ച് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ഈ എക്സിന്റെയും വൈയുടെയും ലെങ്ത് സെയിം ആണ് കിട്ടും. ആ സെയിം ആകുന്ന സമയത്താണ് സ്ക്വയർ ആകുന്നത്. പിന്നെ ഡ്രോ ദ റഫ് സ്കെച്ച് ഓഫ് ദി കർവ് y² = 60 - x². ഈ -x² x² + y² = 16 ആണ് സംഭവം. അതായത് റഫ് സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞ ഇതാണ് റഫ് സ്കെച്ച്. ഏകദേശം റഫായില്ലേ? അപ്പൊ റേഡിയസ് 16 ആണ് r². അപ്പൊ റേഡിയസ് 4. And find the area bounded by the curve y² in the third quadrant using integration. Third quadrant എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ? ഓക്കെ. അപ്പൊ ഒക്കെ കണക്കാണ്. 4 സിമെട്രിക് ആയിട്ടാണ്. 16 π ടോട്ടൽ ഏരിയ വരിക. അപ്പൊ ഇതിന്റെ ഏരിയ വരുന്നത് 4π ആയിരിക്കും. ഓക്കെ. സിമ്പിൾ. നമ്മൾ ഇന്നലെ ചെയ്ത എക്സാക്ട് ക്വസ്റ്റ്യൻ അല്ല, സെയിം ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ ശ്രദ്ധിച്ചോളാം. ആ മേളിൽ വന്നിട്ടുള്ള ലിമിറ്റ് എന്താണോ അതിന്റെ ഹാഫ്. ആൻസർ. അടുത്തത് ശ്രദ്ധിക്കണം, ഡിഗ്രിയാ ചോദിച്ചിരിക്കുന്ന. ഓർഡറും ശ്രദ്ധിക്കണം. ലോഗിന്റെ അകത്ത് സാധനം വന്നിട്ടുണ്ടല്ലേ? ഹയസ്റ്റ് ഓർഡർ 4 അല്ലേ? അപ്പൊ ഓർഡർ 4, പക്ഷെ ഡിഗ്രി ലോഗിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ നോട്ട് ഡിഫൈൻഡ്. Okay. അടുത്ത ഒരു കിടിലൻ ക്വസ്റ്റ്യൻ അല്ലേ? In a bank, principal increases continuously at the rate of 5% per year. In how many years? Rupees 1000 double itself. ഇത് ചെയ്യുന്നവന് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അതായത് ഇത് ചെയ്യേണ്ട എന്താണെന്നറിയോ? ഈ ബാങ്ക് പ്രിൻസിപ്പളിനെ നിങ്ങൾ പ്രിൻസിപ്പളിനെ P ആയിട്ട് എടുക്കുക. അപ്പൊ dp/dt ഇത് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 5% പെർ ഇയർ ആണ്. അതായത് നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ 5% എന്ന് പറയുമ്പോൾ P × 5/100 വരും. എന്നിട്ട് നിങ്ങൾ ഇത് നിങ്ങൾ വേരിയബിൾ സെപ്പറബിൾ ആക്കിയിട്ട് മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ള ഈ ഡിപിയും ഡിടി ഒക്കെ മാറിപ്പോരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് വേരിയബിൾ സെപ്പറബിൾ ചെയ്യുമ്പോൾ dp/p എന്ന് വരും. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു dt/20. ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇതിൽ ഇനി ഒരുപാട് പരിപാടികളുണ്ട്. നിങ്ങൾ അവിടെ ഒരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ പ്രിൻസിപ്പിള് 1000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിൻസിപ്പിള് 1000 ആകുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ ടൈമേ, അതായത് എത്ര സമയം കൊണ്ട് ഹൗ മെനി ഇയേഴ്സ് അപ്പൊ ടി കൊണ്ട് ആദ്യം 0 എടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടുത്തെ സീന്റെ വാല്യൂ കണ്ടെത്താം. ഇനി പ്രിൻസിപ്പിൾ ഡബിൾ ആകുമ്പോൾ ഈ പിന്റെ വാല്യൂ 2000 ആവും. ആ 2000 ആകുന്ന സമയത്ത്
ടി എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. അത്യാവശ്യം നല്ല നെക്സ്റ്റ് ഇയർ ചോദ്യം. ഇതിന്റെ ആ ഫസ്റ്റ് ഭാഗം ശരിയാക്കിയാൽ തന്നെ ഒരുമാതിരിയൊക്കെ നമുക്ക് അവര് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഐഡിയ ഉള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ DPയും DT ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏതിൽ നിന്നാണെന്നുള്ള സംശയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അപ്പൊ അടുത്തത് ആപ്പിലൊക്കെ കറക്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ അവർക്കൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആപ്പിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ യൂട്യൂബ് ലൈവിൽ തലേ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂല. നിങ്ങളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റൂല. അപ്പൊ ഇതെല്ലാം നമ്മൾ ആപ്പിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ദിവസം നോക്ക്. വെക്ടറിൽ ABCR 3 points having പൊസിഷൻ വെക്ടേഴ്സ് 2 3 4 തന്നിട്ടുണ്ട്. അപ്പൊ എയുടെ കോർഡിനേറ്റ് 2 3 4 ആയിരിക്കും. സാധാരണ വെക്ടർ ഡയറക്റ്റ് തരുന്നതായിരുന്നു. ഇവിടെ പോയിന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ പോയിന്റിൽ നിന്ന് വെക്ടർ ഉണ്ടാക്കണം, എന്നിട്ട് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ABC എന്ന് പറയുന്ന 3 പോയിന്റുകൾ, അതായത് പൊസിഷൻ വെക്ടേഴ്സ് ആണ്. അപ്പൊ പോയിന്റ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഹൗ ഫാർ ഈസ് ദ പോയിന്റ് A from B, അതായത് AB മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുക. പിന്നെ ആംഗിൾ CAB കണ്ടെത്തണമെങ്കിൽ CBയും ABയും ACയും വെച്ചിട്ട് നിങ്ങൾ മറ്റേ ആംഗിൾ ബിറ്റ്വീൻ സാധനം അത് ഓർക്കണം. ABയും ACയും വെച്ചാണ് ചെയ്യേണ്ടത്. അത് ഓർക്കണം. CAB എന്ന് പറയുമ്പോൾ ACയും ABയും ആ സെന്റർ വന്നിട്ടുള്ള ഏതാണെന്ന് നോക്കുക. അത് കോമൺ ആയിട്ട് എടുക്കുക. ഇതാണ് ഇക്വേഷൻ. പിന്നെ പ്രൊജക്ഷൻ ഓഫ് AC അത് തന്നെ. ആ ഡോട്ട് ബൈ എന്താണ് ABയുടെ മോഡുലസ് കൊടുക്കുക. AC ഡോട്ട് AB ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് AB. ഓക്കെ, റെഡി. പിന്നെ ദ ലൈൻസ് ഇത് പാരലൽ ആണോ, ഇന്റർസെക്റ്റിംഗ് ആണോ, സ്ക്യൂ ലൈൻസ് ആണോ, പെർപെൻഡിക്കുലർ ആണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ എത്ര നോക്കിയാൽ മതി. 1 2 3 ഇത് ഒരേ റേഷ്യോയിലാണ് പോകുന്നത്. -2 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പൊ പാരലൽ ആയിരിക്കും. അതായത് B വെക്ടേഴ്സ് കേട്ടോ, B വെക്ടേഴ്സ് ഒരേ റേഷ്യോയിലാണ് മാറുന്നതെങ്കിൽ അത് പാരലൽ ആയിരിക്കും. നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ഒക്കെ കണ്ടുപിടിച്ച അതൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നത്. ഇനി അടുത്തത് ഫൈൻഡ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ലൈൻ. ഇത് നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഈക്വലി ഇൻക്ലൈൻഡ് വന്നു അല്ലേ? അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 1/√3 വരുന്നത് അല്ലേ? 1/√3 അതായത് ഈക്വൽ ഇൻക്ലൈൻഡ് ആകുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ആദ്യം ഡയറക്ഷൻ കൊസൈൻസ് കണ്ടെത്തുക. അപ്പൊ L M N നിങ്ങൾക്ക് 1/√3 കിട്ടും. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്, ആ വെക്ടർ ചെയ്തേണ്ടത്. അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. L² + N² = 1. അതിൽ cos² ആൽഫ പ്ലസ് cos² എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ മൂന്നും സെയിം ആയിരിക്കും ആംഗിൾ. അത് 3 cos² x എന്നൊക്കെ പറഞ്ഞെടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് 1/√3 വരുന്ന വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ലൈവില്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ചോദിച്ചു, എന്താണ് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതാൻ കൂടി ചോദിച്ചു. പിന്നെ ഇത് ഇവിടുന്ന് ബാക്കി കൂടി ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇവിടുന്ന് ബാക്കി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വെക്ടർ എഴുതണം. കാരണം നമുക്ക് ആ B വെക്ടർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് നമ്മളൊരു വെക്ടർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x ബൈ മാഗ്നിറ്റ്യൂഡ് ആണ് ഇത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. കൊസൈനെ x ബൈ മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതാം. L മാഗ്നിറ്റ്യൂഡ് I പ്ലസ് അതേപോലെ M മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ്. ഇങ്ങനെയാണ് നിങ്ങളുടെ വെക്ടർ വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം, ഒന്ന് മാർക്ക് ചെയ്ത് തരണം, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ടെക്സ്റ്റിലുള്ള ചോദ്യം തന്നെയാണ്, ഒന്നും പുറത്തുനിന്നുള്ള ചോദ്യം അല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ വരുവേ ആക്ച്വലി എക്സിന്റെ വാല്യൂ ഇത് ഈ എക്സും വൈയും സെഡും ആണ് കണ്ടെത്തുന്നത്. ഓക്കെ, അത് നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ L 1/√3 അല്ലേ? അപ്പൊ 1/√3 A മാഗ്നിറ്റ്യൂഡ് A പ്ലസ് 1/√3 ഇങ്ങനെ തന്നെ പറഞ്ഞു പോവേ. അപ്പൊ ഇവിടെ ഈ മാഗ്നിറ്റ്യൂഡ് A അല്ലെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡ് A/√3 എന്ന് പറയുന്നത് തന്നെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ മാഗ്നിറ്റ്യൂഡ് A/√3 കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ B വെക്ടർ മാഗ്നിറ്റ്യൂഡ് A/√3 പ്ലസ് I പ്ലസ് J പ്ലസ് K എന്നാണ് കിട്ടുക. എല്ലാം സെയിം ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇൻക്ലൈൻഡ് സെയിം ആംഗിൾ ആയതുകൊണ്ടാണ്. അപ്പൊ R = A പ്ലസ് ലാംഡ ബിയിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എക്ക് പകരം നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് ഇത്. അപ്പൊ 2i പ്ലസ് മൈനസ് J പ്ലസ് 3k കൊടുക്കാം പ്ലസ് ലാംഡ ഇൻറ്റു ബിക്ക് പകരം ഇത് കൊടുക്കാം. അപ്പൊ അതിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതും കോൺസ്റ്റന്റ് കയറും. നമുക്ക് ലാംഡ എന്ന് ഒറ്റയടി വിളിക്കാം. അത് ഇനി അത് എഴുതിയെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറയൊന്നുമില്ല, അത് കൃത്യമാണ്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയി കൊടുക്കുക. ഇത് ആൻസർ വരും. ചെയ്ത് കഴിഞ്ഞവർക്ക് ഒരു വട്ടം ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒറ്റയടിക്ക് അവർക്ക് കാണുമ്പോഴേ മനസ്സിലാവും I പ്ലസ് J പ്ലസ് K ആണ് ആൻസർ വരുന്നത്. സിമ്പിൾ. ഇത് പിന്നെടാ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി, ഇതൊരു റൂട്ടിന്റെ ഉള്ളിൽ സെക്കൻഡ് ഡിഗ്രി. അതായത് ചെയ്യണം px plus q divided by root of ax square plus bx plus c. ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. അത് അങ്ങോട്ട് ചെയ്തു പോയി കഴിയുമ്പോൾ പറഞ്ഞാൽ തീരൂല. അത് കുറച്ച് ചെയ്യാനുണ്ട്. ഒരേ മോഡലിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെ. അതായത് ഒറ്റയടിക്കുവാണെങ്കിൽ ന്യൂമറേറ്ററിന് a into ഡെറിവേറ്റീവ് x square plus 4x plus 10 ന്റെ ഡെറിവേറ്റീവ് പ്ലസ് b എന്ന് പറഞ്ഞെടുക്കുക. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്തിയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. താഴത്തെ ഡെറിവേറ്റീവ് വേണമെന്നുണ്ടാവും. പിന്നെ ഏതാണ് പർട്ടിക്കുലറിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും ചെയ്യാനുണ്ടാവും. അപ്പൊ ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിറ്റ് 1 സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്താൽ മതി. ആൻസർ കിട്ടും. സാധാരണ ലോഗൊക്കെയാണ് ചോദിച്ചിരുന്നത്. സൈൻ ചോദിച്ചല്ലേ? ലോഗ് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്. ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കണം. സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. നോക്കിയാൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല.
ഇത് ലീനിയർ ആട്ടോ വരുന്നത്. ആദ്യത്തെ വേരിയബിൾ സെപ്പറബിൾ ആണെന്നൊക്കെ തോന്നും, പക്ഷെ ഇല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു DX അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് ലീനിയർ ആണ്. ഇത് ലീനിയർ ആക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം, ബാക്കി പേർക്ക് ചെയ്യാൻ പറ്റും. കോട്ടെക്സ് DX മൈനസ് 2xy DX എന്ന് വരും. അതായത് ഞാൻ ഇവിടുന്ന് DX കോമൺ എടുത്തിട്ട് കോട്ടെക്സ് മൈനസ് 2xy DX എന്ന് എഴുതാം, which is equal to dy into 1 plus x square. എല്ലാത്തിനെയും ഡെറിവേറ്റീവ് എടുക്കുക. ഇത് കുറച്ച് ചെയ്യാനുണ്ടാവും. dy by dx equal to കോട്ടെക്സ് മൈനസ് 2xy ഡിവൈഡഡ് ബൈ 1 plus x square എന്ന് പറഞ്ഞിട്ടാ കിട്ടുക. അപ്പോ നമ്മളെ ഇത്ര എഴുതി നിർത്തിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതിനെ ലീനിയർ ആക്കണമെങ്കിൽ നിങ്ങൾ ഇതൊന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യുക, ഇതൊന്നും ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ dy by dx ഈ മൈനസ് ഉള്ള ടേം ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് 2xy ഡിവൈഡഡ് ബൈ 1 plus x square ഒന്നും, ഇവിടെ കോട്ടെക്സ് ഡിവൈഡഡ് ബൈ 1 plus x square ഒന്നായി. ഇപ്പൊ ലീനിയറായി. ഇപ്പൊ ലീനിയറിൽ ഇതാണ് നിങ്ങളുടെ P ആയിട്ട് വരുന്നത്, വൈൻ്റെ അത് ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടന്റ്. ഇല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ മറ്റേ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ഒറ്റയടിക്ക് ഇന്റഗ്രേറ്റ് എല്ലാത്തിനെയും ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലീനിയർ ഫോമിൽ തന്നെ വരും. ആ dy dx ഒക്കെ മാറ്റി ഒറ്റയടിക്ക് ആ ഫോമിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇത് തന്നെ സാധനം കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യാൻ അറിയാലോ പിയും ക്യൂ കൊടുത്ത് ഇതും ലീനിയർ തന്നെയാണ്. ഇങ്ങനെ ചെയ്യാം. ഇവിടുന്ന് ഇവിടെ ഒരു y+1 വരും. ഓക്കെ, അപ്പൊ രണ്ട് y+1 കോമൺ എടുക്കാം. അപ്പൊ dy by dx equal to y+1 കോമൺ എടുക്കുമ്പോ എക്സ് ഇവിടുന്ന് എടുക്കുമ്പോ 1, അപ്പൊ x+1 ഇത് വേരിയബിൾ സെപ്പറബിൾ. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് dy by y+1 which is equal to x+1 into dx. ഈ y+1 അപ്പുറത്തേക്ക് കൊണ്ട് ഇനി ലോഗ് മോഡ് y+1 x² plus x. അതാണ് ആൻസർ വരും കേട്ടോ. പിന്നെ ബാക്കി രണ്ടെണ്ണം ബേസിക് സാധനങ്ങൾ. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ്, ഇതൊക്കെ പ്യൂർ കൺസെപ്റ്റ് ആട്ടോ. എ ക്രോസ് ബി എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ, ബി ക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട്. ഇത് രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ ആ ചോദ്യം. ഫിസിക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ല മാക്സിമം നമ്മളത് കറക്റ്റ് പറയുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടർ ആണ്, ഒരെണ്ണം മേളിലേക്ക് ഒരെണ്ണം താഴത്തേക്ക്. 180 ഡിഗ്രി ആണ് ആംഗിൾ ബിറ്റ്വീൻ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ്. സിമ്പിൾ. ഇത് നല്ല ചോദ്യമാണ്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ വെക്ടർ ഡി which is perpendicular to both A and B. Both A and B ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ആദ്യം എന്താ ചെയ്യാന്നറിയോ, D is equal to A cross B കാണും. A cross B എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ വെക്ടർ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, C.D equal to 1 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ D കിട്ടുന്ന ആൻസറിന് നിങ്ങൾ ഒന്നും വേണ്ട, ഡീനെ നിങ്ങൾ ഒരു ലാംഡ A cross B എന്ന് പറഞ്ഞെടുക്കുക. കാരണം നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് പെർപെൻഡിക്കുലർ ആണ്, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ സിയും ഡിയും ഡോട്ട് പ്രോഡക്റ്റ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് 1 കിട്ടണം. അപ്പൊ ഇത്ര ആൻസറിലേക്ക് എത്തി വെക്കുക. എന്നിട്ട് നിങ്ങൾ എ ക്രോസ് ബിയുടെ ഒരു വെക്ടർ കിട്ടിയ ഇതും സിയും ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 1 ആണെന്ന് എടുക്കുക. അപ്പൊ C.D, അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 7i - k ആണ് സി. ആൻഡ് ഈ ലാംഡനെ കൊണ്ട് എ ക്രോസ് ബിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇതും C.Dയും, അതായത് ഡി എന്ന് പറയുന്നത് ലാംഡ എ ക്രോസ് ബി എന്ന് തന്നെ എടുക്കണേ, അത് നിർബന്ധം. എന്നിട്ട് നിങ്ങൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലാംഡയുടെ വാല്യൂ കിട്ടും. ആ ലാംഡയുടെ വാല്യൂ നിങ്ങൾ ഇതിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡി എന്ന് പറഞ്ഞ വെക്ടർ കിട്ടും. അതാണ്, അതായത് എ ക്രോസ് ബിനോട് ആ ലാംഡ മൾട്ടിപ്ലൈ ചെയ്താൽ ഡി എന്ന് പറയുന്ന ലാംഡ കൊടുക്കേണ്ട. ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആയി. നമ്മൾ നേരത്തെ ഒരു ലാംഡ കൊടുക്കേണ്ട എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും 2 സൈഡ് കാണുക, എന്നിട്ട് ഹാഫ് ഇൻടു മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി ചെയ്താൽ മതി. അടുത്ത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 സെയിം ക്വസ്റ്റ്യൻസ്. ഇത് സിമ്പിൾ ആട്ടോടാ. ആംഗിൾ ബിറ്റ്വീൻ ഒന്നും പിന്നെ വലിയ പ്രശ്നമല്ല. cos θ = b1 b2 mod b1 b2 ഇത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. താഴത്തത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും മറ്റേ വലിയ ഇക്വേഷൻ ഏതാണ്, b2 - b1 by പാരലൽ ഒന്നല്ലല്ലോ. അല്ല പാരലൽ അല്ല, സെയിം അല്ലല്ലോ. അപ്പോൾ d is equal to 8 - 7 ക്രോസ് അഡോട്ട് b1 cross b2 by mod b1 b2. ഇതല്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത്രയാണുള്ളത്. ഇതിന്റെ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമുക്ക് കുറച്ച് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആലോചിച്ച് ചെയ്യാനുള്ളതാണ്. കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ് മിക്കതും. എന്റെ അഭിപ്രായത്തിൽ എല്ലാ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ടഫാണ്. സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഒരു 30-40% മാത്രമാണ് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. ബാക്കി എല്ലാവർക്കും ഒന്ന് ആലോചിച്ചാൽ മാത്രം ചെയ്യാം. നിങ്ങളൊരു A+ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു A+ എത്താനൊക്കെ അത്യാവശ്യം നല്ല പണി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാവില്ല. ഇത് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് സംശയങ്ങൾ വരുള്ളൂ. കേട്ടല്ലോ, ഇത് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് സംശയം വരുള്ളൂ. ഇതിങ്ങനെ ചെയ്താൽ പോരെ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെ ചെയ്താൽ മതി, ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്താൽ കിട്ടുമല്ലേ എന്ന് പറഞ്ഞിരിക്കരുത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിക്കോളന്നില്ല കേട്ടോ. അത് നമ്മൾ ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഈസി ആണെന്ന് പറയും. അത് ചെയ്ത് നോക്കണം.
കാരണം ചെയ്ത് നോക്കുമ്പോഴേക്ക് സംശയം എന്തൊരുള്ള ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ആ ഇൻക്ലൈൻഡ് ആംഗിൾ സെയിം ആകുന്നതും പിന്നെ ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് മറ്റേ എന്താണ് നമ്മളുടെ സ്കെയിലാർ വെക്ടറിന്റെ ഒക്കെ കേസ് മെട്രിക്സിന്റെ കേസ് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ മതി എന്നാ പറയുന്നത്. ചെയ്ത് നോക്കണം നിർബന്ധമായിട്ടും കേട്ടല്ലോ. വളരെ സിമ്പിൾ അല്ല, അതറിയാതെ വന്നുപോള്. വളരെ സിമ്പിൾ അല്ല, കുറച്ച് പാടായിരുന്നു എക്സാം. അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അടുത്ത എക്സാം ആകുമ്പോഴേക്ക് സംശയങ്ങൾ വരുമ്പോൾ നേരിട്ട് അയച്ചു തരാം, നമുക്ക് ക്ലിയർ ചെയ്യാം എല്ലാം. അടുത്ത എക്സാം ആകുമ്പോഴേക്ക് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാം. നമുക്ക് മോഡലിൽ ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കാം. ഏത്? ഓക്കെ.